Good afternoon, ma'am. Good afternoon, ma'am. Hi, hello, good afternoon. Okay, start ചെയ്യാലോ. Yes, ma'am. Okay. നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതെ മാം. മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു, 1-2 പേജസ് ഒക്കെ നമ്മൾ എടുത്തു. എന്താണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന എഗ്രിമെന്റ്? ആ ഇൻഷുറൻസിലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമുകൾ നമ്മൾ പറഞ്ഞു അല്ലെ? എന്താണ് ടേമുകൾ നമ്മൾ പരിചയപ്പെട്ട ടേമുകൾ എന്ന് പറയുന്നത്? ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഇൻഷുറൻസ് വിച്ച് പ്രൊവൈഡ്സ് മെഡിക്കൽ എക്സ്പെൻസസ് which is caused by any accident, illness or injuries അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ, ആക്സിഡന്റുകൾ, അതുപോലെ തന്നെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാമെന്നുള്ള ഗ്യാരണ്ടി നൽകുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കാം. ഹെൽത്ത് ഇൻഷുറൻസിനായിട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് there are two parties നമ്മൾ പറഞ്ഞു, ഇൻഷുർഡും ഇൻഷുററും. ആരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഇൻഷുറൻസിന്റെ ആ ഒരു ലോസ് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി we pay an amount, fixed amount, regularly, monthly ആകാം, ഹാഫ് ഇയർലി ആകാം, ഇയർലി ആകാം. ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നുണ്ട്, അതിനെ നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുന്നു പറഞ്ഞു. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അതൊരു എഗ്രിമെന്റ് ആണ് ഇൻഷുർഡും ഇൻഷുററും തമ്മിൽ, ഇൻ വിച്ച് ദ ഇൻഷുറർ agrees to get provide compensation if any loss occur. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ നഷ്ടത്തെ പരിഹരിച്ചു തരാമെന്നുള്ള ഒരു ഗ്യാരണ്ടി, ഉറപ്പ് നൽകുന്ന ഒരു കരാറാണ് എന്ത് വിളിക്കുക? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കാം നമ്മൾ പറഞ്ഞു. പിന്നെ ക്ലെയിം is the request which is made by the insured to the insurer for the compensation. അതായത് തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറിയോ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുമ്പോ അതിന്റെ ആ നഷ്ടം പരിഹരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ അതിന്റെ മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷുറർക്ക് നൽകുന്ന ഒരു റിക്വസ്റ്റ് ആണ്. എനിക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യും ഇൻഷുററിന്റെ പേരില്. അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. ക്ലെയിം 2 രീതിയിലുള്ള ക്ലെയിമുകൾ ഉണ്ട്, ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിം. ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുമ്പോൾ ക്ലെയിം വിച്ച് ഇസ് മെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ഇറ്റ്സ് ഓൺ ഇൻഷുറൻസ് കമ്പനി. അതിന്റെ തന്നെ ഇൻഷുറൻസ് കമ്പനി അല്ലെ, അവരുടെ തന്നെ ഇൻഷുറൻസ് കമ്പനിയോട് ഇൻഷുർഡ് നടത്തുന്ന റിക്വസ്റ്റ്, അത് ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആണ്. മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് വ്യക്തികൾ ഇൻഷുർഡ് നടത്തുന്ന എന്താണ് ഇൻഷുർഡ് ക്ലെയിം ആണ് നമ്മൾ തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുക. അപ്പൊ അതെല്ലാം നമ്മൾ പറഞ്ഞു. Exclusion, some medical expenses are excluded from the list of insurance coverage. Insurance coverage in the listil പെടാത്ത ചില എന്താ പറയാ ഡിസീസസ് അല്ലെങ്കിൽ പല ചില കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. മെഡിക്കൽ എക്സ്പെൻസുകൾ ഇന്നത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇന്ന ഡിസീസസിന് ട്രീറ്റ്മെന്റ് നൽകുന്നതല്ല, അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻസ് നമ്മളുടെ ഈ ഒരു ഇൻഷുറൻസ് കവറേജിൽ വരുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മൊത്തത്തിൽ എക്സ്ക്ലൂഷൻ എന്നാണ് വിളിക്കുക. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഓൾറെഡി പറഞ്ഞു. മെഡിക്ലെയിം ഇൻഷുറൻസ് അത് ഹോസ്പിറ്റലൈസേഷൻ കവർ, എക്സ്പെൻസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസിനെയാണ് നമ്മൾ മെഡിക്ലെയിം ഇൻഷുറൻസ് വിളിക്കുക. അത് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇൻ ദ ഇവന്റ് ഓഫ് ആൻ ആക്സിഡന്റ്, ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ് ആൻഡ് ഓൾസോ ഇൻ some types of all types of surgeries. എല്ലാ തരത്തിലുള്ള സർജറീസിനും സർജിക്കൽ എന്താ പറയാ പോളിസി പീരീഡിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഏത് സർജിക്കൽ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഇൻഷുറൻസ് എല്ലാം ഇതിൽ വരും, മെഡിക്ലെയിം ഇൻഷുറൻസിൽ വരും. പിന്നെ നമ്മൾ കുറച്ച് ഇൻഷുറൻസ് ഫേമുകളുടെ പേരുകളൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അഡ്വാൻറ്റേജസ് എന്താണ്, ഒരു ഇൻഷുറൻസ് സ്കീം എടുക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഏതൊക്കെ എക്സ്പെൻസുകളാണ് നമ്മളുടെ ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നത്, എക്സ്പെൻസസ് വിച്ച് ആർ കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജ് പരിധിയിൽ വരുന്ന എക്സ്പെൻസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പ്രധാനമായിട്ടും ഇൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. അത് പ്രധാനമായിട്ടും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് വരുന്ന എക്സ്പെൻസുകൾ റൂം റെന്റ്, ICU ചാർജസ്, നഴ്സിംഗ് ചാർജസ്, കൺസൾട്ടേഷൻ ഫീസ്, സർജറീസ് ആൻഡ് ഓൾസോ സർജിക്കൽ ആയിട്ടുള്ള ചില ടൂൾസും
അതുപോലെ ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നതിന് തൊട്ട് മുന്നേ വരുന്ന കുറെ ചെലവുകളാണ്. അതായത് മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള സീരിയസ് ഇഞ്ചുറിയുമായിട്ട് വരുമ്പോൾ അതിന് പ്രിവെന്റീവ് ആയിട്ടുള്ള ചില സർജറീസ്, എന്തെങ്കിലും ചിലപ്പോൾ രക്തപ്രവാഹമൊക്കെ നിർത്താനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ചില സർജറി ഉടനെ തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ചെലവുകളുണ്ട്. അതൊക്കെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. അത് നമ്മുടെ കവറേജിനകത്ത് ഇൻഷുറൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതാണ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും എക്സ്പെൻസും അതുപോലെ തന്നെ വരുന്നുണ്ട്. അതായത് ഡിസ്ചാർജ് ഒക്കെ ചെയ്തതിനു ശേഷവും ഇഫ് ദർ ഈസ് എനി കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ ബിഫോർ ലീവിംഗ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ വിട്ട് പോകുന്നതിന് മുമ്പ് കൺസൾട്ടേഷൻ ചെയ്തു, അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ട് മുന്നേ വീണ്ടും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തി, മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തു, എന്തെങ്കിലും തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്തു, അതിന് വരുന്ന ചെലവുകൾ അത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിലാണ് വരിക. ആൻഡ് ഈവൺ ആംബുലൻസ് ചാർജസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഫോർ ഷിഫ്റ്റിംഗ് ദ പേഷ്യന്റ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിന് ചിലപ്പോൾ ചില ആക്സിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്കരമായ വയ്യായ്കകളൊക്കെ വന്നിട്ട് നടന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേന എത്തിക്കാൻ പറ്റാത്ത പേഷ്യൻസിനെ അങ്ങനെ ദൂരേക്കൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ ഹോസ്പിറ്റൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആംബുലൻസിന് കൊടുക്കേണ്ടി വരുന്ന ചാർജസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കവറേജിൽ വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഇത്രയും എക്സ്പെൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇവിടെ വരെ പറഞ്ഞതല്ലേ എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഇവിടെ വരെയാണ് ക്ലാസ്സിൽ എടുത്തത്, റൈറ്റ്? ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അതിന്റെ ബാക്കി എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. പ്രധാനമായിട്ടും 7 എണ്ണമാണുള്ളത്. അതിൽ 4 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് അടുത്തത് ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ്. ഹോസ്പിറ്റൽസിൽ പേഷ്യൻസ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ വരുന്ന ചില ഹെൽത്ത് പ്ലാനുകൾ, ചില ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് will also meet all the expenses which is undertaken between any procedures or surgeries അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ. ഇതിലുണ്ടാകുന്ന ഇതിന്റെ ഇടയിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിനും അല്ലാതെയും 24 hours ലെസ് ദാൻ ഡേ കെയർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന പോളിസീസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഡേ കെയറിൽ കൊടുക്കേണ്ടത്, അതായത് നമ്മൾ ഇൻപേഷ്യന്റ് ആയി 2-3 ദിവസം കിടന്നാലും മാത്രമേ അതിന്റെ കവറേജ് കിട്ടുള്ളൂ എന്നല്ല, അങ്ങനെ അല്ലാതെയും ചിലപ്പോ ഒരു 24 എന്താ പറയാ അവേഴ്സിനേക്കാള് കുറവല്ലാത്ത സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ ചിലപ്പോ സ്പെൻഡ് ചെയ്യുമ്പോ ഇപ്പൊ നമുക്കറിയാം എന്താ പറയാ ഒരു ദിവസം ഇപ്പൊ രാത്രിയിൽ പോയിട്ട് അല്ലെങ്കിൽ പകലാണ് ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്തത്. അപ്പൊ എന്തായാലും 24 മണിക്കൂറിൽ താഴെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രൊസീജിയേഴ്സിലും ട്രീറ്റ്മെന്റ്സിനും ഒക്കെ എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടുന്നതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡേ കെയർ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കവറേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഡിക്ലെയിം എക്സ്പെൻസുകൾ. അതുപോലെ തന്നെ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. അതെന്താണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്? ഇപ്പൊ നമ്മൾ പറയും എന്താ പറയാ മെഡിക്കൽ എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ നടത്തി, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, സർജറി നടത്തി, അല്ലെങ്കിൽ ICU ഉപയോഗിച്ചു. അത് കൂടാതെ മറ്റ് തരത്തിലുള്ള ഡെയിലി എക്സ്പെൻസുകളും വരാറുണ്ട്. അത്തരം ഡെയിലി എക്സ്പെൻസുകൾ കൂടി മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ലംസം എമൗണ്ട് ആയിട്ട് ഒറ്റ എമൗണ്ട് ആയിട്ട് അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനി. ആ പേഷ്യന്റിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകളൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ ഒരു ലംസം ഒറ്റയടിക്ക് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ തവണകളായിട്ടോ അല്ലെങ്കിൽ ഓരോ വരുന്ന ചെലവുകളുടെ എന്താ പറയാ എവിഡൻസ്, അതായത് ബില്ലോ മറ്റ് വൗച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ടൊന്നും അല്ല, അല്ലാതെ തന്നെ എല്ലാ എമൗണ്ടിനും ഇത്ര രൂപ ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് പറയുമ്പോൾ അത് ലംസമായിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുക. അതാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയാം. അപ്പൊ ഡെയിലി വരുന്ന ട്രീറ്റ്മെന്റിന് അപ്പൊ തന്നെ അന്ന് തന്നെ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെയിലി എമൗണ്ട് ലംസമായിട്ട് കൊടുക്കുക, ഒറ്റയടിക്ക് കൊടുക്കുക. ഈ പല ബില്ലുകൾ ഓരോന്നിന്റെ നോക്കിയിട്ടല്ല അത്തരം ക്യാഷ് കവറേജ് കൊടുക്കുന്നത്. അതാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് ഇൻകം ബെനിഫിറ്റ് ആണ്. ഇൻകം ബെനിഫിറ്റ്. അപ്പൊ എന്തായിരിക്കും ഇൻകം ബെനിഫിറ്റ്? അതായത് ഈ ഹോസ്പിറ്റൽസിൽ നമ്മൾ എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങനെയുള്ള ക്ലെയിമുകളൊക്കെ ഉള്ള ആൾക്കാർ, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് എടുത്തിരിക്കുന്ന വ്യക്തികൾ, അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്തെങ്കിലും രോഗമായിട്ടായിരിക്കും, എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ദാറ്റ് മീൻസ് there will be a shortage of income in their family. അങ്ങനെ അവർ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയില്ലേ, അവരുടെ വീടിന്റെ വരുമാന മാർഗമായിരുന്ന ആളായിരിക്കും ചിലപ്പോ ആള്. അങ്ങനെ വന്നപ്പോ അവരുടെ വരുമാനം ആകെ താറുമാറായി. എന്നുവെച്ചാൽ അവരുടെ വീട്ടില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ എന്താ പറയാ ഈ പറയുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നേ എല്ലാ തരത്തിലുള്ള ചെലവുകളും ഈ ഒരാളിൽ ആശ്രയിച്ചിട്ടാണ് ഒരു കുടുംബം മുഴുവനും ഫാമിലി മുഴുവൻ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിരുന്നതെന്ന് വിചാരിക്കുക.
സോ ഈ ഒരാൾ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി പോയപ്പോ എന്ത് പറ്റും, അവർക്ക് ആ ഒരു വീടിന്റെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെ നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോ ആ ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ, ആ ഫാമിലിയെ കൂടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ കവറേജ് കൂടി കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻകം ബെനിഫിറ്റ് എന്ന് വിളിക്കുക. Health insurance plans which provides a lump sum to your family to replace the lost income of your family in case of your absence. നമ്മളുടെ അഭാവത്തില് നമ്മൾ കൊണ്ടുണ്ടാകാവുന്ന, നമ്മൾക്ക് വരുമാന മാർഗം ഉണ്ടായിരുന്നു, ആളാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയത്, അപ്പൊ ആ വരുമാനത്തിന്റെ മാർഗം നഷ്ടപ്പെട്ടു. ആ നഷ്ട സാധ്യതകളെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട്. അതൊരു ലംസം എമൗണ്ട് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, അതാണ് എന്തെന്ന് വിളിക്കുക, ഇൻകം ബെനിഫിറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇങ്ങനെ ഇത്തരം എക്സ്പെൻസുകളൊക്കെയാണ് ഒരു മെഡിക്ലെയിം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ വരുന്നത്. ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ആംബുലൻസ് ചാർജസ്, ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് ആൻഡ് ഇൻകം ബെനിഫിറ്റ്. ഈ 7 മനസ്സിലായോ? 7 മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ഞാൻ മാർക്ക് ചെയ്യാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻപേഷ്യന്റിനകത്ത് ആ വന്ന പോയിന്റ് ബുള്ളറ്റ് ഇട്ട് എഴുതിയിരിക്കുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ് ഹോസ്പിറ്റലൈസേഷൻ എന്താ പറയാ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത്, ഇൻഷുറർ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകളുടെ പേരുകൾ, അതൊക്കെ. പ്രീ ഹോസ്പിറ്റലൈസേഷനിൽ ഞാനൊരു 2ാമത്തെ സെന്റൻസാ മാർക്ക് ചെയ്യാൻ പറഞ്ഞ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിലും 2ാമത്തെ സെന്റൻസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദീസ് കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞു. ആ ദീസ് എല്ലാം അവിടെ ചേർക്കട്ടെ. അവിടെ ആ ഹെഡിങ് ആണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വായിക്കേണ്ടത്. മനസ്സിലായല്ലോ? ദീസ് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ 2ലും ദീസ് വെച്ചാൽ തുടങ്ങിയേക്കണം. അങ്ങനെ ഒന്നും തുടങ്ങി നിങ്ങൾ സെന്റൻസ് വായിച്ചിട്ട് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉത്തരം എഴുതിയപ്പോ തെറ്റിപ്പോയതൊന്നും പറയരുത്. അതേവട്ടെ അവർക്ക്. അടുത്തത് ആംബുലൻസ് ചാർജസ്. നമുക്കറിയാം ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാർജസ് ഒക്കെ ഏറ്റെടുക്കുന്ന ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിനെല്ലാം പുറമെ ഏത് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാമെന്നുള്ള ഗ്യാരണ്ടിയും ഉണ്ടെങ്കിലും there are some terms and conditions. എന്തായാലും ഏത് ഇൻഷുറൻസ് പോളിസിക്കും അതിൻ്റെതായ നിബന്ധനകളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ ഫോളോ ചെയ്ത് തന്നെയായിരിക്കും ഇൻഷുറൻസ് കമ്പനി അതിന്റെ ബെനിഫിറ്റുകളൊക്കെ, കോമ്പൻസേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആ ഇൻഷുറൻസിന്റെ പോളിസിയുള്ളവര് അതിന്റെ എന്റെ ബാക്കിൽ ആ ഒരു ബോണ്ടൊക്കെ ഉണ്ടാവും. ബോണ്ടിന്റെ ബാക്കിൽ എഴുതി കഴിഞ്ഞാൽ അല്ല നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞിതൊക്കെ ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നിബന്ധനകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. സോ വി ഹാവ് ടു റീഡ് ഇറ്റ്. അത് നമ്മൾ വായിച്ചു നോക്കി മനസ്സിലാക്കണം. അപ്പൊ ഒരു ഏതെങ്കിലും ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോളിസി എടുക്കാനായിട്ട് കൂടി നമുക്കതിന് എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് അവിടെ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടി നമ്മൾ വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഏതാണ് കൂടുതൽ നല്ലത്, കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്, ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ മാത്രമാണോ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്ന അത്തരം പോളിസി മാത്രമാണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ളതുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനായിട്ടും നമ്മൾ നോക്കണം ഇൻഷുറൻസ് എടുക്കുമ്പോൾ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒരിത്തിരി സമയം പോയാലും കുഴപ്പമില്ല, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി. അല്ലെങ്കിൽ ഇൻഷുറർ തന്നെ അവർ തെറ്റിച്ചിട്ടൊന്നും ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കാൻ പാടില്ല. ശരി, ഇന്നൊക്കെ എന്ന് വെച്ചാൽ അതിനൊന്നും വലിയ കുഴപ്പമില്ല. കാരണം എല്ലാവർക്കും വായിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നതാണല്ലോ ഇന്ന്. പണ്ടൊക്കെ ആണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അതൊന്നും വായിച്ച് മനസ്സിലാക്കിയൊന്നും എടുക്കാനുള്ള അത്രയും ഉള്ള വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും തന്നെ അതൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് അത് ഏത് പോളിസി ആയിരിക്കും കുറച്ച് കൂടുതൽ. ഇന്നത്തെ കാലത്ത് പോളിസി ഒരെണ്ണം നമ്മുടെ കയ്യിലില്ലാതെ നടക്കില്ല. കാരണം ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന അസുഖങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇൻസിഡന്റുകളും ഒക്കെ അങ്ങനത്തെയാണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വലിയ നഷ്ടത്തെ ഒരു പരിധി വരെ ഫിനാൻഷ്യൽ ആയിട്ടുണ്ടാകുന്ന നഷ്ടം, അതല്ലാതെ ആ ഒരു വ്യക്തി എന്ന രീതിയിലുള്ള നഷ്ടം, അങ്ങനെ 2 രീതിയിലുള്ള നഷ്ടമുണ്ട്. അപ്പൊ ഈ രണ്ടും കൂടി ഒരുമിച്ച് ഒരു സഡൻ ഒരു അറ്റാക്ക് പോലെ നമ്മളിലേക്ക് വരാതെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമുക്കൊന്ന് ലഘൂകരിക്കുന്ന രീതിയിൽ. ഓക്കെ, മനസ്സിലായോ എന്താണ് ഇൻഷുറൻസിന്റെ ഗുണങ്ങളെന്ന്? ക്ലിയർ ആണോ പറയുന്നതൊക്കെ? അപ്പൊ ഒരു ഇൻഷുറൻസ് പോളിസി ഒക്കെ നമുക്ക് ഏതെങ്കിലും ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒത്തിരി പോളിസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബെനിഫിറ്റുകൾ മനസ്സിലാക്കി നമ്മളതൊന്ന് ഏതെങ്കിലും ഒക്കെ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഫാമിലി ഇൻഷുറൻസുകൾ ഉണ്ട് ഇന്ന് അല്ലെ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഷുറൻസുകൾ ഉണ്ട്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എക്സ്പെൻസസ് വിച്ച് ഈസ് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ വരുന്ന 7 ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എക്സ്പെൻസുകളാണ് നമ്മൾ പറഞ്ഞത്. അതാണ് 7 ഹെഡിങ് എന്തായാലും പഠിച്ചു വെക്കണം. ഇനി അതിനുശേഷം അതിന്റെ കൂടെ പറഞ്ഞ സെന്റൻസുകൾ പഠിച്ചു വെക്കണം. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോട്ടെ.
പോകാലോ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ പറഞ്ഞു ഇന്നതൊക്കെ ഇൻഷുറൻസിന്റെ എക്സ്പെൻസിന്റെ കവറേജിൽ വരുന്നത്. നമ്മൾ എന്തൊക്കെ എക്സ്പെൻസുകളാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ കവറേജിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ കവറേജിനകത്ത് വരാത്ത ചില മെഡിക്കൽ എക്സ്പെൻസസുകൾ അല്ലെങ്കിൽ ചില ട്രീറ്റ്മെന്റുകൾ അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് IRDAI ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതായത് ഇൻഷുറൻസിന്റെ ഒക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അതോറിറ്റിയാണ്. ആ അതോറിറ്റി പറഞ്ഞിരിക്കുന്നു ചില താഴെ പറയുന്ന കാര്യങ്ങളൊന്നും ഇൻഷുറൻസിന്റെ കവറേജിനകത്ത് വരില്ല എന്ന് പറഞ്ഞ് എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആയോ? ഹെഡിങ് മനസ്സിലായാൽ അതിന്റെ താഴേക്ക് എളുപ്പം മനസ്സിലാവുന്നു. ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ has a list of diseases or medicals that are not covered under health insurance. Health insurance ന്റെ കവറേജിനകത്ത് വരാത്ത ചില രോഗങ്ങൾ, ചില ട്രീറ്റ്മെന്റുകൾ, മെഡിക്കൽ എക്സ്പെൻസുകളാണ് ഏത് പറയുന്നത്? IRDAI പറയുന്നത്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്തൊക്കെയാണ് ആ രോഗങ്ങൾ അല്ലെങ്കിൽ ചെലവുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്മെറ്റിക് സർജറി. എന്താ കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? കോസ്മെറ്റിക് സർജറി എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? യെസ്. എവിടെ കേട്ടു? വെറുതെ എവിടെയെങ്കിലും കേട്ടതാണോ? നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ശരി, വെരി ഗുഡ്. അതെ, നമ്മൾ മെഡിക്കൽ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആദ്യത്തെ മൊഡ്യൂളുകളിൽ നമ്മൾ പഠിച്ചു, 5ാമത്തെ ചാപ്റ്റർ അല്ലെ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് 3ആയിട്ട് തരംതിരിച്ചു. അതിനകത്ത് സപ്പോർട്ടീവില് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഏത്? ഒരു കുറെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് വന്നതാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് 2 രീതിയിലുള്ള പ്ലാസ്റ്റിക് സർജറീസ് ആണ് നടക്കുന്നത്. ഒന്ന് കോസ്മെറ്റിക് സർജറിയും ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി അല്ലെ. റീകൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ഘടനയുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നാൽ, പോരായ്മകൾ ജന്മനെ വന്നതാകാം, അല്ലെങ്കിൽ ഓൺ ദ വേ ഓഫ് അവർ ലൈഫ് അല്ലെ, ഇടയ്ക്ക് നമുക്ക് ആക്സിഡന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നതാകാം. ഓക്കെ, അതന്നെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഡിസബിലിറ്റീസ് വരാം, കയ്യോ കാലിലോ ഒക്കെ ഒടിവോ ചതവോ അല്ലെങ്കിൽ ഇല്ലാതായി പോകാം. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും കറക്ഷൻസ് നൽകാൻ, അവരുടെ ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും പോരായ്മകൾ ഉള്ളതിനെ കറക്റ്റ് ചെയ്യാൻ എടുക്കുന്നതാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സർജറി കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു, കോസ്മെറ്റിക് സർജറി. എന്തായിരുന്നു കോസ്മെറ്റിക് സർജറി? എന്തായിരുന്നു അത്? കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു എൻഹാൻസ് ദ അപ്പിയറൻസ്, നമ്മുടെ എന്താ പറയുക, പ്രത്യക്ഷത്തിലുള്ള നമ്മുടെ ആ ഒരു സൗന്ദര്യത്തെ, അപ്പിയറൻസിനെ വർദ്ധിപ്പിക്കുക. അതാണ് ബ്യൂട്ടി എൻഹാൻസിങ് ആണ്. അത് ബ്യൂട്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഏത്? കോസ്മെറ്റിക് സർജറി. അതിന് ഈ പറഞ്ഞ ഇൻഷുറൻസ് കവറേജ് കൊടുക്കാൻ പാടില്ല എന്നാണ് ആര് തീരുമാനിച്ചേക്കണേ? IRDAI. വൈ? എന്തുകൊണ്ട്? അതെന്താ? അതൊരു ലക്ഷറി അല്ലേ, നമ്മുടെ ബ്യൂട്ടി, അവളുടെ സൗന്ദര്യം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വർദ്ധിപ്പിക്കാൻ ചില ആളുകൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചില ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ആക്ടേഴ്സും ആക്ട്രസസും അത് അവരുടെ പ്രൊഫഷനെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം അവരുടെ പ്രൊഫഷനിൽ അവർക്ക് നിൽക്കണമെങ്കിലും സൗന്ദര്യത്തിലും അവരുടെ ബോഡി സ്ട്രക്ചറിനൊക്കെ ഒരുപാട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിന്നാലേ അവർക്ക് കുറച്ച് കാലമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ബോഡി സ്ട്രക്ചറിലൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവരുടെ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ആ ഫിലിമിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ആക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് കാശുള്ളവര്, അതൊരു ലക്ഷറിയസ് ഒരു വേ ഓഫ് ലൈഫാണല്ലേ അല്ലെ, അത് ലക്ഷറി വേ ഓഫ് ലൈഫാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും വരില്ല ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്താ? ഒരു നഷ്ടത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നഷ്ടമല്ലല്ലോ അല്ലെ. നമുക്ക് ആവശ്യത്തിനുള്ള സൗന്ദര്യം സൃഷ്ടിയിലുണ്ട്, അതിനെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ. അവിടെ നഷ്ടപ്പെടുന്നൊന്നുമില്ല, നമ്മൾ ഉള്ളതിനെ കൂടുതലാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ്മെറ്റിക് സർജറി കവറിനകത്ത് വരുന്നില്ല എന്നാണ് പറയുന്നത്. ഏത്? ഇൻഷുറൻസ് കവറേജിൽ വരില്ല കേട്ടോ. അടുത്തത് IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. അതും മറ്റൊരു കാര്യമാണ്. IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, ദാറ്റ് മീൻസ് കൃത്രിമ ഗർഭധാരണം. ആ രീതി ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, അതായത് കൃത്രിമമായിട്ട് എന്താ പറയാ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുക, കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ, അതായത് അത് പുറത്തുനിന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. പുറത്തുനിന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ ആ ആളില് അതിന്റെ കുറവുകൾ ഉള്ളതുകൊണ്ട് അത് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതിന് വേണ്ടിയിട്ട് ഉള്ള ട്രീറ്റ്മെന്റുകൾ എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും IRDAI പ്രകാരം എന്തിൽ വരില്ല? ഇൻഷുറൻസ് കവറേജിൽ വരുന്നതല്ല.
പ്രഗ്നൻസിയും അബോർഷനും അതുപോലെ തന്നെയാണ്, അതും കവറേജിൽ വരില്ല. എന്താ പറയാ, പ്രസവവും അതുപോലെ തന്നെ അത് എത്തുന്നതിന് മുമ്പ് കുട്ടി അബോർട്ടഡ് ആയി പോകുക, സ്വയമോ അറിഞ്ഞോ അറിയാതൊക്കെ വരുന്നതൊന്നും ഇതിനകത്ത് വരുന്നതല്ല. പിന്നെ മിസ്സലേനിയസ് ചാർജസ്, ആ മിസ്സലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് കുട്ടികളെ അവിടെ താഴെ ഇട്ടേക്കുന്നത്. ആ താഴെയുള്ള ഈ ആരോ മാർക്ക് അവിടെ മാറ്റി കളഞ്ഞേക്കുക, അത് വെട്ടി കളഞ്ഞേക്കുക. കാരണം മിസ്സലേനിയസ് ചാർജസ് എന്താണെന്ന്, അത് ഏതാണ് ആ മിസ്സലേനിയസ് ചാർജസിനകത്ത് വരുന്നതെന്നാണ് തൊട്ടടിയിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പോലെ കൊടുത്തേക്കുന്നത്. പോയിന്റ് വൈസ് നോക്കുമ്പോൾ 7 പോയിന്റ് ഉള്ളൂ കേട്ടോ, 7 പോയിന്റേ ഉള്ളൂ. പക്ഷെ അവിടെ നിങ്ങൾ ആരോ മാർക്ക് നോക്കി വായിക്കുമ്പോൾ 7 അല്ലാതെ കൂടുതൽ പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതല്ല, അതിന്റെ ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ ചിലതിന് അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, വേർഡ് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നതിന് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കോസ്മെറ്റിക് സർജറി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് മാത്രം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു. IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് കേട്ടപ്പോൾ മനസ്സിലാകുന്നതാണ്. അതൊരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് IVF-ന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്, കൃത്രിമ ഗർഭധാരണം. പ്രഗ്നൻസി ആൻഡ് അബോർഷൻ കേട്ടിട്ടുള്ളതാണ്. ഇനി മിസ്സലേനിയസ് ചാർജസ് 4ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. അതിന്റെ ആ മിസ്സലേനിയസ് ചാർജസ് എന്താണ് അവോയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കവറിൽ വരാത്തത് ഏതൊക്കെ? അഡ്മിഷൻ ചാർജസ്, അതായത് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഫീസ്, അഡ്മിഷൻ ഫീസ് എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ഫീസ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, രജിസ്ട്രേഷൻ ചാർജസ് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫീസ് അത് വരില്ല. പിന്നെ സർവീസ് ചാർജസ്, മറ്റേതെങ്കിലും സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സേവനങ്ങൾ അധികമായിട്ട് അഡീഷണൽ ആയിട്ടുള്ള സേവനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ളതൊന്നും തന്നെ ഈ പറയുന്ന IRDA പ്രകാരം ഈ ഇൻഷുറൻസ് കവറേജിൽ വരുന്നതല്ല എന്നാണ് പറയാം. ഏത് എല്ലാ ഇൻഷുറൻസ് പ്ലാൻസിലും അല്ല, ചില പ്ലാൻസിലൊന്നും അത് എക്സ്ക്ലൂഡഡ് ആണ്, എക്സ്ക്ലൂഷനിൽ വരുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണെന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നുണ്ട്, അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കണോട്ടെ. ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ രോഗങ്ങളാണ് അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസുകളാണ് IRDA പ്രകാരം ലിസ്റ്റിൽ വരാത്തത് എന്ന്, കവറേജിന്റെ ലിസ്റ്റിൽ വരാത്തത് ഏതൊക്കെയാണ്? കോസ്മെറ്റിക് സർജറി, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, അബോർഷൻ ആൻഡ് പ്രഗ്നൻസി, മിസ്സലേനിയസ് ചാർജസ്. ഈ മിസ്സലേനിയസ് ചാർജസിൽ പറയുന്നുണ്ട് രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ്. ക്ലിയർ ആയോ? അത്രയും വരെ മനസ്സിലായോ? ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ഹെൽത്ത് സപ്ലിമെന്റുകൾ. അതും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന്റെ കവറേജിൽ വരാത്തതാണ്. ഹെൽത്ത് സപ്ലിമെന്റ് എന്താ? ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ലേ? അതൊക്കെ ഒരു എക്സ്ട്രാ ചെലവല്ലേ? ശരിക്കും പറഞ്ഞാൽ ആവശ്യമല്ല അല്ലെ? അതൊരു ലക്ഷറിയാണ് തീർച്ചയായിട്ടും. അതായത് ആളുകളൊക്കെ പോയിട്ട് പല ആരോഗ്യത്തേക്ക് ഒന്ന് പുഷ്ടിപ്പെടുത്താൻ, നമ്മുടെ ബോഡിയുടെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഒരു ഇമ്പ്രൂവ് ചെയ്യാം, അപ്പിയറൻസ് നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് മറ്റു കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുക അല്ലെ? അപ്പൊ അതിനൊക്കെ പ്രോട്ടീൻ ഷേക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ചില ആളുകൾ കഴിക്കുന്നുണ്ട്. അപ്പൊ അതൊരു എക്സ്പെൻസ് തന്നെയാണ്, അതിനൊക്കെ ഒത്തിരി കാശ് തന്നെയാണ് ചെലവാകുക. ഇത്ര ദിവസത്തേക്ക് ഇത്ര രൂപ എന്നൊക്കെയാണ് അല്ലെ? ഷേക്കൊക്കെ കുടിച്ചിട്ട് ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ബോഡി ബിൽഡേഴ്സ് ഒക്കെ. അപ്പൊ അതൊക്കെ പല പ്രോട്ടീൻസ് എക്സ്ട്രാ കഴിച്ചിട്ടാണ്. നമ്മൾ സാധാ കഴിക്കുന്ന ആഹാരങ്ങളെ സ്കിപ്പ് ചെയ്തിട്ട് അവര് തരുന്ന ഏതൊക്കെയോ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു പൗഡർ, ആ പൗഡർ അത് നമ്മുടെ എന്താ പറയാ ജിമ്മിൽ കൊടുക്കുന്നുണ്ട് അല്ലെ? ഒബസിറ്റി, ദാറ്റ് മീൻസ് എന്താ പറയാ ഫാറ്റ് ആയിട്ടുള്ള ആളുകളുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ. പക്ഷെ അതിനകത്ത് ഒരുപാട് വേറെ കുറെ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണെന്നാണ്. അത് രാവിലെയും വൈകുന്നേരം 3 നേരമൊക്കെ കഴിക്കുക, എപ്പോഴൊക്കെയാണോ അറിയില്ല, അത്രയും സമയത്ത് കഴിക്കാം. അപ്പൊ അതിന് എക്സ്പെൻസ് കൂടുതലാണ്. കാരണം എന്താ? അതിനകത്ത് ഒരുപാട് എന്തൊക്കെയോ സാധനങ്ങൾ നട്സും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതൊക്കെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അതായത് വില കൂടിയ സാധനങ്ങളാണ് അതിന് ചേർക്കുന്നത്. സാധാരണ നമ്മൾ കഴിക്കുന്ന പരിപ്പോ പയറൊന്നും കൂടാതെ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അത് കുറച്ച് ലക്ഷറിയസ് ആയതുകൊണ്ടാണ് അത്തരം ഹെൽത്ത് സപ്ലിമെന്റ്സ് ഇന്ത്യയില് ഇൻഷുറൻസ് കവറേജിന്റെ ഉള്ളിൽ പെട്ടായിട്ടുള്ളതല്ല. അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കവറേജ് കിട്ടില്ല. ഞങ്ങളത് 10 രൂപ പ്രോട്ടീൻ വാങ്ങിച്ചിട്ടുണ്ട്, പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട് 10 ബോട്ടില്. അത് ഇൻഷുറൻസ് തരുമോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്. അതായത് പ്രീ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു പോളിസി എടുക്കാൻ പോവാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് എന്താ പറയാ, നമ്മുടെ പോളിസിയുടെ കാര്യങ്ങളൊക്കെ കേട്ടു, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർ നമുക്ക് പറഞ്ഞു തന്നു, എൻഗേജ്മെന്റ് കറക്റ്റ് ആണ്. പക്ഷേ ഇഫ് ഐ ഹാവ് എനി ഹെൽത്ത് ഇഷ്യൂസ്, എനിക്ക് എന്റേതായ രീതിയിൽ ഇതിന് മുമ്പേ തന്നെ ഈ പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരത് ചോദിക്കും നമ്മളോട്, എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്ന്.
കാരണം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരുമല്ലോ. ഒരു 10-35 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ നമ്മളിലേക്ക് വരും. നമ്മൾ ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല, അവരുടെ ഇഷ്ടത്തിന് വരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം രോഗങ്ങളൊക്കെ ഉണ്ടോന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാം. അപ്പൊ പ്രീ എക്സിസ്റ്റിംഗ് നേരത്തെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കവറേജ് അവർ തരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഉദാഹരണം അവർ പറയുന്നത് ഹൈ BP എന്നൊക്കെ ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴേക്കും BP അതുപോലെ ഡയബറ്റീസ് ഒക്കെ എല്ലാവരിലും പിടികൂടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പ്ലാൻസ് എന്ത് ചെയ്യുന്നില്ല, കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാലും എന്താ ചെയ്യാന്നറിയോ, ഈ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് നോക്കുന്നതിന് മുമ്പ് അവർക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വെയിറ്റിംഗ് പീരീഡ് ഒരു കുറച്ച് സമയം, ഇത്ര സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടായിരിക്കും, അപ്പൊ പോളിസി എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ഒരു അസുഖമുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പോളിസിയുടെ ബെനിഫിറ്റുകൾ നമുക്ക് നമ്മളിലേക്ക് എത്തണമെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് ഫോർ പർട്ടിക്കുലർ പീരീഡ്. കുറച്ച് സമയത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ഉള്ളില് ആ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് കവറേജ് കിട്ടില്ല. ആ വെയിറ്റിംഗ് പീരീഡിന് ഇൻഷുറർക്ക് തീരുമാനിക്കാം ഏത് രീതിയിൽ വേണമെന്ന്. അത് ഏകദേശം ഒരു 12 to 48 months എന്നാണ് പറയുന്നത്. 1 വർഷം മുതൽ 4 വർഷം വരെയൊക്കെ വെയിറ്റിംഗ് പീരീഡ് വരുന്ന അസുഖങ്ങളുണ്ട്. അപ്പൊ ആ പീരീഡ് ഉണ്ടെങ്കിൽ അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും ബെനിഫിറ്റ് കിട്ടാനായിട്ട്. നമുക്ക് രോഗം ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ വെയിറ്റിംഗ് പീരീഡിൽ പെട്ട ഒരു ആരായിരിക്കും, ഇൻഷുർഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ രോഗവുമായി ബന്ധപ്പെട്ടുള്ള കവറേജിൽ തരണം വേണ്ടതെന്ന് അവർക്ക് നിശ്ചയിക്കണമെങ്കിൽ ആ വെയിറ്റിംഗ് പീരീഡ് കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? നമ്മൾ ആ ഹെഡിങ്ങുകൾ പഠിച്ചാൽ മതി കേട്ടോ. ഹെഡിങ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അടുത്തൊരു കവറേജ് കിട്ടാത്ത മറ്റൊരു കാര്യമാണ് സെൽഫ് ഹാം. എന്താ അതിന്റെ അർത്ഥം? സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ സൂയിസൈഡ് അല്ലെ? സൂയിസൈഡിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുക. എല്ലാ സൂയിസൈഡ് അറ്റംപ്റ്റുകളും സക്സസ് ആവാറില്ല, ചിലതൊക്കെ ഫെയിലിയർ ആയി പോകും. അപ്പൊ ആളെ എല്ലാവരും കാണുന്നവർ വേഗം പിടിച്ച് വായും കൂട്ടി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇത്തിരിയെങ്കിലും ജീവന്റെ അംശം ബാക്കി ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് കിട്ടാനുള്ള ആളുകളാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. നോക്കിയേ, അന്നേരം എന്തോരം പൈസ അവിടെ ചെലവായിട്ടുണ്ടാകും. പല ഓപ്പറേഷൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ആളെ ചിലപ്പോൾ ജീവനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. പുള്ളി വിചാരിച്ച കാര്യം നടത്തിട്ടുണ്ടാവില്ല, പക്ഷേ ഒരുപാട് കാശ് അതിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇൻഷുറൻസ് കമ്പനിക്കാർ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞാനിപ്പോ ഒരു പോളിസി എടുത്തു, ഒരു 3-4 മാസം കഴിയുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര ഓവർ സ്ട്രെസ്സും ഒക്കെ കൂടി വന്നിട്ട് ഇനി ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് പോളിസികളുണ്ടല്ലോ, വീട്ടുകാരെ അങ്ങനെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി ആത്മഹത്യക്ക് ശ്രമിക്കോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യോ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല പോളിസി കൊണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ കവറേജിന്റെ കീഴിൽ വരുന്നതല്ല, ബിക്കോസ് അത് നമ്മൾ സ്വയം വെച്ചിരിക്കുന്നതായതുകൊണ്ടാണ്. ക്ലിയർ ആയോ? സെൽഫ് ഹാം ഈസ് നോട്ട് under the coverage of health insurance. Health insurance കവറേജിന്റെ പരിധിയിലുള്ളതല്ല സെൽഫ് ഹാം. അപ്പൊ ഏതൊക്കെയാണ്? IRDAI പ്രകാരം ഏതൊക്കെ ഡിസീസസ് അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ് ആണ് which are not covered under health insurance? ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ വരാത്തത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ? കോസ്മെറ്റിക് സർജറീസ്, IVF, in vitro fertilization, IVF, പിന്നെ pregnancy and abortion, miscellaneous charges, pre-existing health conditions, health supplement and self-harm. അങ്ങനെയാണ്. ക്ലിയർ ആയില്ല? മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തേക്ക് പോകട്ടെ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്തത് പറയാം. നമ്മൾ തൊട്ട് മുന്നിൽ ഒരു കാര്യം പറഞ്ഞു, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്ന എന്താ പറയുക, മാറ്റി നിർത്തിയിരിക്കുന്ന കുറച്ച് വെയിറ്റിംഗ് പീരീഡിൽ ഉൾപ്പെടുത്തേണ്ട ചില രോഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ വെയിറ്റിംഗ് പീരീഡില് ചില ഡിസീസസിനെ കൺസിഡർ ചെയ്യുന്നില്ല, ചില രോഗങ്ങളെ വെയിറ്റിംഗ് പീരീഡിലും എടുക്കില്ല, കണക്കിലെടുക്കൂല എന്നാണ് പറയുന്നത്. ഡിസീസസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. ഈ രോഗങ്ങളൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞു, ചില രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീ ആയിട്ടുള്ള നേരത്തെ തന്നെ നമുക്ക് മുൻകൂട്ടിയുള്ള ചില അസുഖങ്ങള്, ആ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വെയിറ്റിംഗ് പീരീഡ് 12 മുതൽ 48 മാസം വരെയാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ 1 വർഷത്തിനും 4 വർഷത്തിനും ഇടയിൽ ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ അതുമായി പിന്നീടാണെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് പീരീഡിന് ശേഷം നമുക്ക് അതിന്റെ കവറേജുകൾ ബെനിഫിറ്റുകൾ ഈടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആ വെയിറ്റിംഗ് പീരീഡ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻഷുറർക്ക് തീരുമാനിക്കാം ഏതാണ് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കണ്ടേ. അത് രോഗത്തെ ഡിപ്പെൻഡ് ചെയ്താണ്. എനിക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ട്, ഞാനപ്പോ പറയുകയാണ്
അവരോട് എംഫിസൈലിന് ഒരു അസുഖമുണ്ട്. സോ ആ ഒരു അസുഖത്തിന് എത്ര വെയിറ്റിംഗ് പീരീഡ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഹു ക്യാൻ ഡിസൈഡ്? ആർക്ക് തീരുമാനിക്കാം? ഇൻഷുറൻസ് തരുന്ന എഗ്രിമെന്റ് തരുന്ന ആൾക്കാർക്ക് തീരുമാനിക്കാം. അപ്പൊ അവർ തീരുമാനിക്കുന്നു. അത് യൂഷ്വലി ഒരു 12 to 48 മാസങ്ങൾ എന്ന് അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ വെയിറ്റിംഗ് പീരീഡിലും എന്നാൽ കൺസിഡർ ചെയ്യാത്ത ചില രോഗങ്ങളും ഉണ്ട്. ഈ ചാർട്ട് അതേതൊക്കെയാണെന്നാണ്. അപ്പൊ ഈ പറയുന്ന കുറച്ച് വർഷങ്ങളിൽ ഈ പറഞ്ഞ എന്താ പറയാ രോഗങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആ പേരുകൾ പഠിച്ചാൽ മതി. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അൾസർ. അൾസർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസ്ട്രിക് പ്രോബ്ലം കൊണ്ട് ഫോം ചെയ്യുന്ന ഒരുതരം അൾസറാണ്. എപ്പോഴും ഇങ്ങനെ ഗ്യാസ് ഒക്കെ വന്ന് എപ്പോഴും അങ്ങനെ വരുമ്പോൾ അത് ഒരുതരം വയറിനൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ടാണ്. അതിൽ നിന്നൊക്കെ ഉണ്ടാകാവുന്ന ചില കാരണങ്ങൾ, പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് അൾസർ ഒക്കെ. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അൾസർ. എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താ? ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേട്ടില്ല. അതായത് നമ്മുടെ ചില ഓർഗൻസ് തമ്മിൽ ഇങ്ങനെ ഒരു അകൽച്ച, ഒരു എന്താ പറയുക, ഒരു ഗ്യാപ്പ് വരാറുണ്ട് ചില ഓർഗനുകൾ തമ്മിൽ. നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളുടെ ഉള്ളിലെ ചില അബ്നോർമൽ ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ്, ഒരു പാസേജ് പോലെയൊക്കെ, ഒരു വഴി പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ചെറിയ തുറന്നിരിക്കുന്നത് പോലെയൊക്കെ ഇതുണ്ട്. അപ്പൊ അതൊക്കെ വരുന്നത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ചില സർജറീസിന്റെ ഫലമായിട്ടോ, ചില സർജറി ഒക്കെ നടത്തിയതിന്റെ ഫലമായിട്ടോ ഒക്കെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ചില ഫോംസ് ഓഫ് ഫിസ്റ്റുല അതെല്ലാം തന്നെ ഈ പറയുന്ന കവറേജിലൊക്കെ വരുന്നില്ല, വെയിറ്റിംഗ് പീരീഡിലെ കവറേജിൽ വരുന്നില്ല. ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി. പ്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോസ്റ്റാറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് വിഭാഗത്തിൽ, അതായത് അവരുടെ റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ മെയിലിന്റെ, അതായത് പുരുഷന്മാരുടെ പ്രത്യുൽപാദനാവയവ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ്. ഈ സാധനം, ഈ പ്രോസ്റ്റേറ്റ് എന്ത് ചെയ്യുന്നറിയോ? അതിങ്ങനെ ഭയങ്കരമായിട്ട് അബ്നോർമൽ ആയിട്ട് വീർത്ത് വന്നിട്ട് അത് എന്താ പറയാ സാധാരണയിൽ നിന്നും ലോങ്ങർ ആയിട്ട് ലാർജറായിട്ട് വളരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് എന്താ പറയാ ബ്ലാഡറിന് വന്നിങ്ങനെ ഇടിച്ചൊക്കെ നിൽക്കും, അല്ലെങ്കിൽ ബ്ലാഡറിന്റെ യൂറേറ്ററിന്റെയും ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ജാമായിട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോ അങ്ങനെ വരുമ്പോ അതൊക്കെ എന്താ പറയാ ഒരുതരം അസുഖമായിട്ട് മാറും. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ട്രീറ്റ്മെന്റുകൾ. അപ്പൊ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസീസ് വിച്ച് ഇസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്, അതിന്റെ കവറേജിൽ വരുന്നതല്ല. പിന്നെ പൈൽസ് ഓർ ഹെമറോയിഡ്സ് രണ്ടും തന്നെയാണ്. ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് അതും ഇതിനകത്ത് വരുന്നതല്ല. ഡിസ്ഫങ്ഷണൽ യൂട്ടറിൻ ബ്ലീഡിങ്. യൂട്ടറസിന്റെ ബ്ലീഡിംഗ് ആണ്. അത് ചില ആളുകളിൽ ഉണ്ടാകുന്നതാണ്. ഒരുപാട് കുറെ കഴിയുമ്പോഴൊക്കെ സ്ത്രീകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു അസുഖമാണ്. ഭയങ്കരമായിട്ട് ബ്ലീഡിങ്, നോർമലായിട്ട് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുക. പിന്നെ കാറ്ററാക്സ്. കാറ്ററാക്സ് എന്താ? തിമിരം, കണ്ണിന്റെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു പ്രായം കഴിയുമ്പോൾ അതും നമ്മളെ കടന്നു കൊടുക്കുന്ന ഒരു അസുഖമാണ് കാറ്ററാക്സ്. പിന്നെന്താ? ഹെർണിയ. അതൊരു അബ്നോർമൽ ഗ്രോത്ത് തന്നെയാണ്. ഹെർണിയ അല്ലെങ്കിൽ സിസ്റ്റ് എന്നൊക്കെ പറയും അല്ലെ. ഇപ്പൊ അതിനങ്ങനെ പേര് പറയാൻ പോകുന്നത്. ഇപ്പൊ സ്ത്രീകളിലും ഒക്കെ കാണുന്നത്. പണ്ടൊക്കെ പുരുഷന്മാരിലാണ് ഈ ഹെർണിയ ഒക്കെ കണ്ടിരുന്നത്. ഇപ്പൊ അത് സിസ്റ്റ് ആയിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആളുകളുടെ ഇന്റേണൽ അകത്തേക്ക് വളർന്നു വരുന്നതാണ്. അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾ അതൊക്കെ കയ്യിൽ കൊണ്ട് വരുന്നതായതുകൊണ്ട് അതൊന്നും കൊടുക്കില്ല. അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്താ? പലതിനും നമ്മള് അഡിക്റ്റഡ് ആയി പോകുക അല്ലെ. മയക്കുമരുന്ന് അല്ലെങ്കിൽ എന്താ പറയാ ലിക്കേഴ്സ്, അതായത് മദ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമിതമായിട്ട് ഉപയോഗിച്ച് പിന്നെ അത് ഇല്ലാതെ പറ്റില്ല എന്ന് വന്ന് അവസാനം അതിന് അഡിക്റ്റഡ് ആയി പോയി എന്ന് പറയും. അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? ആ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കും. ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പൊ അതിനൊന്നും കിട്ടില്ല. അതെന്തുകൊണ്ടാണ്? സ്വയം വെച്ചിട്ടല്ലേ അതുകൊണ്ട് തരില്ല. അത് തന്നെ. അടുത്തത് ഡെന്റൽ ട്രീറ്റ്മെന്റ് ആണ്. ഡെന്റൽ ട്രീറ്റ്മെന്റ് പല്ലിന്റെ ട്രീറ്റ്മെന്റുകൾക്കൊന്നും കിട്ടില്ല എന്ന്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പല്ലിന്റെ ട്രീറ്റ്മെന്റ് കിട്ടില്ല എന്നല്ല. ഇപ്പൊ പല്ലിന്റെ ട്രീറ്റ്മെന്റുകൾ ഇന്ന് ഭയങ്കരമായി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ പണ്ടൊക്കെ ആരായിരുന്നു പല്ലി കമ്പ്യൂട്ടറൊക്കെ നമ്മൾ കാണുന്ന പോലും പണ്ടത്തെ ആളുകളെ മീൻസ് നമ്മളൊക്കെ ചെറുതിലായിരുന്നപ്പോ സമയത്തൊന്നും അങ്ങനെ പല്ലി കമ്പ്യൂട്ടർ കാര്യങ്ങളൊന്നും അധികമൊന്നും കണ്ടില്ല. പക്ഷെ ഇന്ന് അതൊരു കോമൺ ആയി. ഏത് കുട്ടികളും ഒരു 5-8 ക്ലാസ്സിലൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കുമാണ് ഇത് കിട്ടുള്ളൂ എന്നുള്ള ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 8ലൊക്കെ ഉള്ള പിള്ളേരുടെ ഒക്കെ ഒരു വിധമൊക്കെ പിള്ളേരുകൾ എല്ലാവരും ഇത് ഇട്ടിരിക്കുക. ബിക്കോസ് അത് നമ്മുടെ ടീത്തിനൊക്കെ ഇങ്ങനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നിരപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലരുടെ ഇതിലുള്ള എന്താ പറയാ മുകളിലുള്ള ഭാഗത്ത് തള്ളി നിൽക്കാൻ നിൽക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അതിനൊന്നും എന്തില്ല. അതൊക്കെ നമ്മൾ ജനിച്ചപ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രക്ചർ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി അതൊക്കെ മാറ്റി നമ്മളതിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതല്ല ഇവിടെ ശരിക്കും. നമ്മളുടെ അപ്പിയറൻസിനെ നമ്മൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നത്, അലൈൻമെന്റുകളൊക്കെ. അതുകൊണ്ട് അതിനൊന്നും കിട്ടില്ല. എന്നാൽ ഡ്യൂ ടു എനി ആക്സിഡൻസ്, ഇഫ് യു ഹാവ് ലോസ്റ്റ് എനി
ടീത്ത് അല്ലെങ്കിൽ ടീത്ത് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒരു ആക്സിഡന്റിൽ നിന്ന് ഉണ്ടായതാണെങ്കിലോ അതിന് കിട്ടും. അതാണ് ആ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തേക്കുന്നത്. അൺലെസ് ദി ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ്. ആക്സിഡന്റ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഡെന്റൽ ഇഞ്ചുറിക്ക് പുറമെ മറ്റൊരു ഡെന്റൽ ട്രീറ്റ്മെന്റിനും കിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ആ ബ്രാക്കറ്റിൽ അങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? അർത്ഥം മനസ്സിലാക്കി പഠിക്കണട്ടാ, അല്ലാതെ നമ്മൾ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ പഠിച്ച കാര്യമില്ല. പിന്നെന്താ, ജനറ്റിക് അതുപോലെ തന്നെ കോൺജനിറ്റൽ കണ്ടീഷൻസിന് ജന്മനാവുള്ളത് അല്ലെങ്കിൽ ജീൻ പരമായിട്ടുള്ളത്, അതായത് പാരമ്പര്യപരമായിട്ടുള്ള രോഗങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അതൊന്നും കിട്ടില്ല. കാരണം ആ ആൾക്ക് ആ രോഗം വരുമെന്ന് നേരത്തെ കുട്ടി അറിയാം, ബിക്കോസ് അതൊരു പാരമ്പര്യ രോഗമാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും നേരത്തെ തന്നെ അറിയാവുന്ന രീതിയിലുള്ള നമ്മള് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത് സഡൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്, അല്ലെ? സഡൻ ഇവന്റുകൾക്കാണ്, സഡൻ ആക്സിഡന്റുകൾക്കാണ്, സഡൻ ഇൽനെസ്സിനാണ് കൂടുതലും മെഡിക്ലെയിം ഇൻഷുറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സഡൻ അല്ല, ബിക്കോസ് ഇത് അങ്ങനെ വരും എന്നുള്ള ഒരു ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്തരം ഡിസീസുകൾ ഉണ്ടാകുന്ന അറിയാം. അപ്പൊ അങ്ങനെയുള്ളതിന് കിട്ടില്ല. അതാണ്. അപ്പൊ ഇൻഷുറൻസിന്റെ ഇതിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസില് വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത രോഗങ്ങളുടെ ലിസ്റ്റ് ആണ് ഈ പറഞ്ഞത് കേട്ടോ. രണ്ട് വേറെയാണ്. മറ്റേത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിനകത്തേ വരില്ല. ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിനകത്ത് ഒട്ടും തന്നെ വരാത്തതാണ് IRDAI പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞ 7. ഇത് വെയിറ്റിംഗ് പീരീഡിൽ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. വെയിറ്റിംഗ് പീരീഡിൽ ഈ പറഞ്ഞ രോഗങ്ങളെ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ രണ്ട് തമ്മിലുള്ള വ്യത്യാസം? അടുത്തയിലേക്ക് പോകട്ടെ. യെസ്. അപ്പൊ അടുത്തത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് പ്രധാനമായിട്ടും എങ്ങനെയൊക്കെയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതികളിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അത് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് അനുസരിച്ച്, പ്രൊവൈഡ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ട് ഇതിനെല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ട്. സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ടൈപ്സ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഹോസ്പിറ്റലൈസേഷൻ കവർ, hospital cash cover, critical illness cover, personal accident cover, and last one top up cover. വരെ നമുക്ക് എടുക്കാം. ഓക്കെ, അത്ര എടുക്കുന്നുള്ളൂ. അപ്പൊ എന്താണ് ഹോസ്പിറ്റലൈസേഷൻ കവർ? വേർഡിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ. ഹോസ്പിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പേഷ്യന്റിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക. ഓവിങ് ടു ദ ഹോസ്പിറ്റലൈസേഷൻ. ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണോ ആക്സിഡന്റിലൂടെയോ ഇൽനെസ്സിലൂടെയോ രോഗങ്ങളിലൂടെയോ ഒക്കെ കിട്ടുന്നത്, ഇതിനെല്ലാത്തിനും കവറേജ് കൊടുക്കുക. അതിനെയാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് വിളിക്കുക. നമുക്ക് രോഗം വന്നു അല്ലെങ്കിൽ ആക്സിഡന്റ് വന്നു, ആശുപത്രിയിലായി, അവിടെ 1, 2, 3 ദിവസമൊക്കെ കിടക്കേണ്ടി വന്നു. അപ്പൊ അവിടെ ഒരുപാട് മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ട്രീറ്റ്മെന്റിന്, കൺസൾട്ടേഷന്, സർജറി ഉണ്ടെങ്കിൽ അത്, അല്ലെ ടെസ്റ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്, അതിനൊക്കെ എവിഡൻസ് ഉണ്ടായിരിക്കും. അവരിങ്ങനെ ഓരോ ബില്ലുകളായിട്ട് ഡോക്യുമെന്റുകളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ ആ റിക്വയർഡ് ബില്ലിന്റെയും ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ബേസിസിൽ വാട്ട് എവർ എക്സ്പെൻസസ് ആർ മെറ്റ് ബൈ ദ ഹോസ്പിറ്റൽ എന്തൊക്കെ ചെലവുകൾ നമുക്ക് വേണ്ടി വഹിച്ചിട്ടുണ്ടോ, ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി അണ്ടർ ഹോസ്പിറ്റലൈസേഷൻ കവർ. അപ്പൊ ഈ ഹോസ്പിറ്റലൈസേഷൻ കവർ ഉള്ളവർക്ക് ആ പറയുന്ന എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആര് കൊടുക്കും? ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നു. അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതിനകത്തെ ഹോസ്പിറ്റലൈസേഷൻ കവറില് അത് പഠിക്കണം. കാരണം എല്ലാത്തിലും ടൈപ്സ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്താ? ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവറാണ്. ക്യാഷ് കവർ നേരത്തെ പറഞ്ഞത് ഹോസ്പിറ്റലൈസേഷൻ കവറാണ്. അടുത്തത് ഹോസ്പിറ്റൽ ക്യാഷ് കവറാണ്. നമ്മൾ നേരത്തെ തൊട്ട് മുകളിൽ പറഞ്ഞത് എന്താ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റിനും അല്ലെങ്കിൽ കൺസൾട്ടേഷനും അല്ലെങ്കിൽ എന്താ പറയാ മെഡിസിൻസ് വാങ്ങിച്ചതിനും ഒക്കെ ബില്ലും അതും ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ചെലവുകൾ വഹിക്കുന്നതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. എന്നാൽ there are some expenses which are in the nature of non-medical. മെഡിക്കൽ അല്ലാത്ത രീതിയിൽ, അതായത് ട്രീറ്റ്മെന്റിന്റെ നേരിട്ടുള്ള ബന്ധമില്ല അതിന്, അതായത് നമുക്ക് രോഗത്തെ ശുശ്രൂഷിക്കാനോ ആയിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ചില നേച്ചറിലുള്ള അത്തരം സ്വഭാവ രീതിയിലുള്ള ചില ചെലവുകളും നമുക്ക് വരാറുണ്ട്. ഉദാഹരണം പറയാം. നമ്മളിപ്പോ ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ എന്താ പറയാ, ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം സ്റ്റേ ചെയ്യുന്നത് വാർഡൊന്നും അല്ല, റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ റൂമിന് എക്സ്പെൻസ് കൂടുതലാണ്. വാർഡിനേക്കാൾ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് ഹൈ ആണ് ഏതിന്? റൂമുകൾക്ക്. അങ്ങനെ വന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന രോഗിക്ക് കുറച്ച് ഡയറ്റീഷ്യൻസ് പറഞ്ഞ സജസ്റ്റ് ചെയ്തത് പോലെയുള്ള ചില ഫുഡ് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രമല്ല കേട്ടോ, അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറയുമ്പോൾ ചിലർക്കൊന്നും നിവൃത്തിയില്ലല്ലോ.
മനസ്സിലായി? എല്ലാവരെയും നമ്മൾ ഒരേ രീതിയിൽ കാണരുത്. നമ്മളെല്ലാവരും ഒരേ റേഞ്ചിൽ ഉള്ള ആളുകളാണെന്ന് വിചാരിക്കരുതേ. എപ്പോഴും നമ്മൾ ഒരു ആവറേജ് പീപ്പിളിനെ കുറിച്ച് ആലോചിച്ചോളണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അതിനൊക്കെ ഇപ്പൊ ഇത്ര കാശ് വരും. ഒരു ഇടയ്ക്ക് ഒരു കുഴിമന്തിയോ ഒരു ബിരിയാണിയൊക്കെ കിടക്കുന്ന രോഗിക്ക് വാങ്ങിച്ചെടുത്ത് ഇത്ര വലിയ ചെലവാണോ എന്ന് വിചാരിക്കരുത്. ബിക്കോസ് ഇത് നമ്മൾ സാധാരണ ജനങ്ങളെ കോമൺ പീപ്പിളിനെ കുറിച്ച് ആലോചിച്ചോളണം. കാരണം ഈ കാശുള്ളവരെ എന്തും ഒരു പ്രശ്നമില്ല അല്ലെ, ഏത് എക്സ്പെൻസും അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ആവറേജ് ഇൻകംഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെ, ഒരു കോമൺ മാൻ അല്ലെ, ഒരു ലേ മാൻ, ഒരു സാധാരണക്കാരന് ഇതൊന്നും ചെലവൊക്കെ ചിലപ്പോ അവർക്ക് സഫർ ചെയ്യാൻ പറ്റാത്തതാണ്. അവരെ സംബന്ധിച്ചൊക്കെ ഒരു വലിയ ചെലവായിട്ട് ഉണ്ടാകും. അപ്പൊ അത്തരം എക്സ്പെൻസ് കൂടി കണക്കിലെടുത്തുകൊണ്ട് കൊടുക്കുന്ന ക്യാഷ് കവർ, അതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. അപ്പൊ നേരത്തെ പറഞ്ഞാലും ഹോസ്പിറ്റൽ, അതായത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമുള്ള കവറേജ് കൊടുക്കുന്നുള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ രണ്ട് തമ്മിലുള്ള? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഈ രണ്ടാമത്തേല് ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ നമുക്ക് ഈ ഹോസ്പിറ്റലൈസേഷൻ കവർ കൂടാതെ അതിനപ്പുറം മറ്റൊരു രീതിയിലുള്ള ചെലവുകൾ കൂടി മീറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത്. ദാറ്റ് മീൻസ് നോൺ മെഡിക്കൽ നേച്ചറിലുള്ളത്. നോൺ മെഡിക്കൽ നേച്ചർ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഡയറ്റ്, അതിനുവേണ്ടി വരുന്ന ഫുഡ് എക്സ്പെൻസസിന് വേണ്ടി വരുന്ന ചെലവ്, പിന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്നത്, പിന്നെ ഈ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനൊക്കെ ഇഷ്ടംപോലെ വണ്ടിക്കാശൊക്കെ കൊടുക്കേണ്ടി വരും അല്ലെ. വണ്ടിയൊക്കെ വിളിച്ചു വരുമ്പോ ചില ആളുകൾക്ക് അതൊന്നും ബെയർ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും കോസ്റ്റ്ലി ആണ്. ഇന്നൊരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എത്ര രൂപയൊക്കെ എവിടെ വരെയൊക്കെ പോണേനാവുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ അല്ലെ. ഭയങ്കര കോസ്റ്റ്ലി ആണ് ഒരു വാഹനമൊക്കെ വിളിച്ചിട്ട് ആളെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ. അപ്പൊ അതുകൊണ്ട് അത്തരം ചാർജസ് ഒക്കെ ചില ആളുകൾക്ക്, സാധാരണക്കാർക്ക് അതൊക്കെ ചിലപ്പോൾ ഭയങ്കര വലിയ എമൗണ്ട് ആയിട്ട് തോന്നും. സോ ഇറ്റ് വിൽ ബി മെറ്റ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ഈ പറയുന്ന ഹോസ്പിറ്റൽ ക്യാഷ് കവർ പോലെയുള്ള അത്തരം ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളതിന് നമുക്ക് കിട്ടുന്ന കവറേജ് കിട്ടും എന്നാണ്. ക്ലിയർ ആയിട്ട് ഉണ്ടാവുമല്ലോ? രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ആൻഡ് ദ തേർഡ് വൺ ഈസ് ക്രിട്ടിക്കൽ ഇൽനെസ് കെയർ. ഇനി അടുത്തത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ്. അടുത്തത് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ there are some illness which are very serious. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കവറേജ് ആണ്. അപ്പൊ ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് അവിടെ എടുത്തു പറയുന്നുണ്ട്. എക്സാമ്പിൾസ് ക്യാൻസർ, പാരാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻസ്, ഇതൊക്കെ തന്നെയാണ്. അതായത് ക്യാൻസർ പോലെയുള്ള രോഗം, അല്ലെങ്കിൽ എന്താ പറയാ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾ മാറ്റി പറ്റേണ്ടതായിട്ടുള്ള അവസ്ഥ, പാരലൈസ്ഡ് ആയിട്ട് പോകുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനും കൂടി കവറേജ് കിട്ടും. അങ്ങനെയുള്ള ചില പ്രത്യേക അസുഖങ്ങൾക്ക്, വലിയ വലിയ രോഗങ്ങൾക്ക്, എന്ന് വെച്ചാൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഡിസീസ്. എന്താ പ്രൊലോങ്ഡ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് വന്നിട്ട് നാളെ മാറുന്ന സാധനമല്ല, അല്ലെങ്കിൽ ഇന്ന് വന്നിട്ട് ഒരാഴ്ച കൊണ്ട് മാറുന്ന രോഗങ്ങളല്ല ഈ പറഞ്ഞതെല്ലാം തന്നെ. ഒന്ന് നോക്കിയേ നിങ്ങള്, ആണോ? ഇന്ന് ആ രോഗം വന്ന് അടുത്ത ഒരാഴ്ചക്കോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചക്കോ ഉള്ളിൽ മാറുന്ന അസുഖങ്ങളാണോ ഇത്? ഇല്ല, കുറച്ച് കാലതാമസം എടുത്ത് മാറേണ്ട അസുഖങ്ങളാണ്. ആ കാലതാമസം എടുത്ത് മാറേണ്ട അസുഖങ്ങൾക്ക് എന്താ പ്രത്യേകത? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഉദാഹരണം, ഇപ്പൊ എന്താ പറയാ ക്യാൻസർ ഒക്കെയാണ്, അപ്പൊ ഈ തെറാപ്പീസ്, കീമോതെറാപ്പിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു പ്രാവശ്യം ചെയ്യാനായിട്ട് ഒത്തിരി വയ്യാതെ കിടക്കുന്ന പേഷ്യൻസിനെ ആണെങ്കിൽ അവര് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ കുറെ ചെലവ് വരൂലേ? അവിടെ കൊണ്ടുപോകണം, അത് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. എന്തോരം കാശ ചെലവാകുക. കോമൺ മാനിന് ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ചില ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾക്ക് കവർ കൊടുക്കുന്ന ഒരു ടൈപ്പാണ് ഈ പറയുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, അതുപോലെ തന്നെ അതിനകത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസസ്, അഡീഷണൽ ആയിട്ട് വരുന്ന ചെലവുകള്, മെഡിക്കൽ എക്സ്പെൻസുകൾ കൂടാതെയുള്ള ഇൻസിഡന്റൽ എക്സ്പെൻസസ്, ഓരോന്നിനും തൊട്ടേയും പിടിച്ചതിനൊക്കെ ചെലവുണ്ടല്ലോ, അതൊക്കെ. പിന്നെ പോസിബിൾ ലോസ് ഓഫ് ഇൻകം, ആ ആളുടെ എന്താ പറയാ വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം. അതായത് ആളൊരു വരുമാനം നേടുന്ന ആളായിരുന്നു, ആളുടെ വരുമാനത്തിൽ ഇപ്പൊ അസുഖമായിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ നഷ്ടം വരുന്നുണ്ട്. അങ്ങനെയുള്ള നഷ്ടങ്ങളും, അതുപോലെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലി, ഫാമിലിയുടെ ആകെ ഘടന മാറിപ്പോകും. കാരണം ആ രോഗം വന്നിരിക്കുന്ന ആളായിരിക്കും ചിലപ്പോ ആ വീടിന്റെ ഒരു എന്താ പറയാ ഒരു നമ്മൾ പറയില്ല നെടുന്തൂണെന്നൊക്കെ, ആളില്ലാത്തത് കൊണ്ട് ഫാമിലിയുടെ മൊത്തം എന്താ പറയാ ഘടന തന്നെ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ ഒരു പരിധി വരെ മേക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു പരിധി വരെ ആ ലോസിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കവർ ഏതിൽ കിട്ടും? ക്രിട്ടിക്കൽ ഇൽനെസ് കവർ കിട്ടും. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് കവർ കിട്ടുന്ന ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നന്നായിട്ട് ആലോചിച്ച് ചിന്തിച്ചു വേണം നമ്മളൊരു ഇൻഷുറൻസിൽ പോയി തലവെച്ച് കൊടുക്കാൻ. അല്ലാതെ ഒരു വെറുതെ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായാൽ മതി എന്ന് വിചാരിക്കില്ല. ഒരുപാട് നല്ല ബെനഫിഷ്യൽ ആയിട്ടുള്ള ഇൻഷുറൻസുകളും ഇന്നുണ്ട്. അപ്പൊ എടുക്കുമ്പോൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ക്രിട്ടിക്കൽ ഇൽനെസ് കെയർ എന്താണെന്ന് മനസ്സിലായോ? ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണോട്ടാ. ഹോസ്പിറ്റൽ ക്യാഷ് കവറിലെയും ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം.
ഓക്കെ, ക്രിട്ടിക്കൽ ഇൽനസ് കവറിലെയും ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നോർത്ത് വരെ മതി കേട്ടാ. ട്രാൻസ്പ്ലാന്റ് എക്സെട്ര വരെ മതി, അത് കഴിഞ്ഞിട്ട് വേണ്ട. ക്രിട്ടിക്കൽ ഇൽനസ് കവറിൽ ആ ട്രാൻസ്പ്ലാന്റ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എക്സെട്ര എന്ന് പറഞ്ഞ ഭാഗം വരെ മതി. അടുത്തത് എന്താ? പേഴ്സണൽ ആക്സിഡന്റ് കവർ. അത് പേഴ്സണൽ ആയിട്ട് വരുന്ന ആക്സിഡന്റിന് കിട്ടുന്ന കവർ. അതായത് ആക്സിഡന്റിന് മാത്രമേ അന്നേരം കവറേജ് കിട്ടുള്ളൂ. എപ്പൊ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് വരുന്നോ, ആ ആക്സിഡന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രം കിട്ടുന്ന ഒരു തരം കവറേജ് ആണ് ഏതിൽ വരിക? പേഴ്സണൽ ആക്സിഡന്റ് കവറിൽ വരിക. അപ്പൊ അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുമ്പോൾ എന്താണെന്ന് അറിയാമോ ഇതിന്റെ പ്രത്യേകത? അതൊരു ലംസം എമൗണ്ട് ആയിട്ട് കിട്ടും. ഒറ്റയടിക്ക് ഒരു തുകയായിട്ട് അത് കിട്ടും. അത് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ ഡെത്ത് വട്ടവർ ഇത് വേണ്ടി നമ്മുടെ എന്താ പറയാ നമുക്കുണ്ടായ ആക്സിഡന്റിലാണല്ലോ അത് കിട്ടുന്നത്. അപ്പൊ ആക്സിഡന്റ് എത്രത്തോളം ഗൗരവമേറിയതാണ്, ചിലപ്പോ ആ ആക്സിഡന്റിൽ ആളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഇതിന്റെയൊക്കെ ഗൗരവം മനസ്സിലാക്കിയായിരിക്കും ഇതിനൊരു ലംസം എമൗണ്ട് ഇങ്ങനെ ക്യാഷ് ആയിട്ടുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഇങ്ങനെയുള്ള പേഴ്സണൽ ആക്സിഡന്റ് കവറേജുള്ള ഒരു പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ എടുത്തിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ആക്സിഡന്റ് വന്നു മരിച്ചു പോയെങ്കിൽ ഒരു വലിയ തുക അത് സം അഷ്വേർഡ് ഉണ്ടല്ലോ, ആ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് അതൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറ്റിയാക്കി നോക്കിയിട്ട് അത് ആ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതൊരു ഒറ്റ തുകയായിട്ടായിരിക്കും വിളിക്കുക. അതിനെയാണ് ലംസം എമൗണ്ട് വിളിക്കുക. ക്ലിയർ ആയോ? പേഴ്സണൽ ആക്സിഡന്റ് കവർ മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. പേഴ്സണൽ ആക്സിഡന്റ് കവറിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ടോപ്പ് അപ്പ് കവർ. അവിടെ കിടക്കണമാകുമ്പോൾ നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുള്ള സാധനം ഒന്നും വിചാരിക്കേണ്ട. നമ്മളുടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു പോളിസി, ഇഫ് ദ സം അഷ്വേർഡ് ഹാസ് become exhausted, നമ്മൾ ഒരു പോളിസി എടുത്തേക്കണം. എക്സാമ്പിൾ പറയുന്നത് അതിന് ഏറ്റവും നല്ലത്. ഞാനിപ്പോ ഒരു പോളിസി എടുത്തേക്കുന്നത്, നമുക്കറിയാലോ ഇതുപോലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പ്രത്യേകത എന്താണെന്നറിയാം? ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, ഒന്നല്ലെങ്കിൽ ആശുപത്രി കിടക്കുക, ആക്സിഡന്റ് വരിക, എന്തെങ്കിലും ഭയങ്കര രോഗം വന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ആ പറയുന്ന ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാനുള്ള കവറേജ് കിട്ടും. അതാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകത ആ ഒരു വർഷത്തിനുള്ളിൽ. ആൻഡ് ഇഫ് സച്ച് പോളിസി, അങ്ങനെയുള്ള പോളിസീസ് എന്ത് ചെയ്യാന്നറിയാമോ? ഒരു വർഷത്തിൽ ഇപ്പൊ ഞാനിപ്പോ എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന ഒരാളാണ്. ഈ ഹോസ്പിറ്റലൈസേഷൻ കവറിനെ പോലത്തെ ഒരു പോളിസി എടുത്തേക്കാണ്. ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പൊ എനിക്ക് ഞാൻ എടുത്തേക്കുന്ന പോളിസിയുടെ അവർ പറഞ്ഞേക്കുന്ന സം അഷ്വേർഡ് ഒരു 2 ലക്ഷം ആണെന്ന് വിചാരിക്കാം. ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് 2 ലക്ഷം രൂപ കിട്ടും എന്നുള്ളതാണ്. ആ 2 ലക്ഷം രൂപയ്ക്കുള്ള എന്താ പറയാ മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് ഞാൻ എടുത്തേക്കാൻ. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഏകദേശം ആ ഒരു ഹോസ്പിറ്റലൈസേഷനിൽ തന്നെ എനിക്ക് 2 ലക്ഷത്തിന്റെ 3/4 ഭാഗം അല്ലെങ്കിൽ മുഴുവൻ തന്നെ എക്സോസ്റ്റഡ് ആയി. എന്താ അർത്ഥം? എക്സോസ്റ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ തീർന്നുപോയി. അപ്പില്ലേ? അങ്ങനെ ഇരിക്കുമ്പോ ആ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു എന്തെങ്കിലും ഒരു അസുഖവുമായിട്ട് വീണ്ടും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന പോളിസിയുടെ തുക തീർന്നുപോയില്ലേ? തീർന്നുപോയോ? എന്താ പറഞ്ഞല്ല ഞാൻ തീർന്നുപോയിന്ന്. അങ്ങനെ എന്റെ ആ എമൗണ്ട് തുക തീർന്നുപോയി. അപ്പോ ഹോസ്പിറ്റലിൽ എന്താ പറയാ ഞാൻ വീണ്ടും അറിയിക്കുകയാണ് എനിക്ക് ക്ലെയിം വേണമെന്ന്. പക്ഷെ ആ ഡ്യൂറേഷനിൽ ഒരു വർഷത്തിനുള്ളിൽ ഇത്രയും പരമാവധി മാക്സിമം ഇത്ര തരാമെന്നാണ് ഇൻഷുറൻസ് കമ്പനിക്കാര് ഉള്ള എഗ്രിമെന്റ്. പക്ഷെ ഞാൻ നേരത്തെ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയപ്പോ എന്റെ ആ പൈസ തീർന്നുപോയി. ഇനി എനിക്ക് ആ വർഷം എനിക്ക് അസുഖം വരാൻ പാടില്ല എന്നാണ്. പക്ഷെ രോഗമല്ലേ, അതിനെ അറിയാനും മനസ്സിലാകാൻ പറ്റുമോ? ഇൻഷുറൻസ് ഉണ്ട്, ഇതിന്റെ കവറേജ് തീർന്നുപോയെന്നൊന്നും രോഗത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇൻ ബിറ്റ്വീനിൽ വേറൊരു രോഗം വന്നു എന്ന് വിചാരിക്കാം. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി ആൻഡ് എന്റെ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയപ്പോ എന്റെ നേരത്തെ കവറേജിന്റെ എമൗണ്ട് തീർന്നുപോയി. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ പറയുന്ന ഒരു കവറേജ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ടോപ്പ് അപ്പ് കവർ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ, വി ക്യാൻ ഗെറ്റ് എ ചാൻസ് ടു ടോപ്പ് അപ്പ് അവർ എക്സിസ്റ്റിംഗ് കവറേജ്. നമ്മുടെ നിലവിലുള്ള കവറേജിനെ ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. എന്ന് വെച്ചാൽ എക്സ്ട്രാ എമൗണ്ട് നമ്മൾ പ്രീമിയം ആയിട്ടോ ഒക്കെ അടച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ആ തുകയെ നമുക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം, വർദ്ധിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഉള്ള കവറേജ് ആണ് ടോപ്പ് അപ്പ് കവർ. നമ്മൾ ഈ മൊബൈലൊക്കെ ടോപ്പ് അപ്പ് ചെയ്യുന്ന പോലെ പണ്ടൊക്കെ ടോപ്പ് അപ്പ് ചെയ്യല്ലേ, നമ്മളൊരു പ്ലാൻ എടുക്കുന്നു, ആ പ്ലാനിലെ പൈസ തീരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? പണ്ടൊക്കെ അങ്ങനെയാണ് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ ചാർജ് ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ അൺലിമിറ്റഡ് കോൾസും ഡാറ്റാസും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റേറ്റും അതനുസരിച്ച് മാറിയിട്ടുണ്ട്. 300, 400, 1000 ഒക്കെയാണ് ഓരോ പ്ലാൻസിന്റെയും വില അല്ലെ? പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് നമ്മളൊരു പ്ലാനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യാം? നമുക്ക് 10 രൂപയ്ക്കോ 50 രൂപയ്ക്കോ 20 രൂപയ്ക്കോ ഒക്കെ ചാർജ് ചെയ്യാം. തീരുന്നതനുസരിച്ച് നമ്മുടെ കോളിംഗ് ചാർജസ് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തല്ലെങ്കിൽ പെട്ടെന്ന് 50 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ ചാർജ് ചെയ്യും. അങ്ങനെ ചെയ്തിരുന്നില്ലേ നിങ്ങളൊന്നും? ആരുമില്ല അങ്ങനെ ചെയ്തവര്? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ചെയ്തിരുന്നു. ഓക്കെ,
അപ്പൊ അങ്ങനെ ആ ഒരു പാറ്റേൺ അതുപോലെ, അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസിയുടെ ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കവറേജ് നൽകുന്ന ഒരു കാര്യമാണ് ഏത് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ടൈപ്പുകളുണ്ട്. 5 ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലൈസേഷൻ, അതായത് കിടക്കുമ്പോൾ മാത്രം അവിടുത്തെ മെഡിക്കൽ എക്സ്പെൻസുകൾ മാത്രം മീറ്റ് ചെയ്യുന്ന, ചെലവുകൾ മാത്രം മീറ്റ് ചെയ്യുന്ന പോളിസിയാണ്, അല്ലെങ്കിൽ അത്ര കവർ കിട്ടുന്നതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത് മെഡിക്കൽ എക്സ്പെൻസസ് മാത്രമല്ല, നോൺ മെഡിക്കൽ നേച്ചറിലുള്ള നമ്മുടെ എന്താ പറയാ എമർജൻസി ആംബുലൻസ് യൂസ് ചെയ്തതോ, സ്പെഷ്യൽ ഡയറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത കാശോ, അല്ലെങ്കിൽ സ്റ്റേക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന കാശോ, ട്രാവലിംഗിന് വേണ്ടി കൊടുക്കുന്ന കാശുകളൊക്കെ അതിനകത്ത് പെടുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ്, ക്യാൻസർ, പാരലൈസിസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്സുകളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പോളിസീസും ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്തുണ്ട്. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. അത് രോഗത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് മാത്രമല്ല, ഇൻസിഡന്റൽ ആയിട്ട് വരുന്ന മറ്റ് എക്സ്പെൻസുകൾ, പോസിബിൾ ലോസ് ഓഫ് ഇൻകം, സ്ട്രക്ചർ ഓഫ് ഫാമിലിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതൊക്കെ കവർ ചെയ്ത് തരുന്നതാണ്. പേഴ്സണൽ ആക്സിഡന്റ് കവർ നടക്കുന്നത് ഓൺലി അറ്റ് ദ ടൈം ഓഫ് ആക്സിഡന്റ്. ആക്സിഡന്റ് വരുമ്പോൾ മാത്രം കിട്ടുന്ന കവറേജ്, അത്തരം എക്സ്പെൻസുകൾ മാത്രം മീറ്റ് ചെയ്യുന്ന ഇതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. അന്നേരം നമുക്കൊരു ലംസം എമൗണ്ട് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ ഡെത്ത്, നമ്മുടെ രോഗത്തിന്റെ ആ ഒരു ഡിസബിലിറ്റിയുടെയോ അല്ലെങ്കിൽ മരണത്തിന്റെ ഒക്കെ ആ ഗൗരവവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ലംസം എമൗണ്ട് ആയിരിക്കും പേഴ്സണൽ ആക്സിഡന്റ് കവറിൽ കിട്ടുക. ലാസ്റ്റ് വൺ ടോപ്പ് അപ്പ് കവർ ആണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളുടെ പോളിസിയോടൊപ്പം, കറന്റ് പോളിസിയോടൊപ്പം വി ക്യാൻ ഗെറ്റ് എ ചാൻസ് ടു എക്സ്റ്റെൻഡ് അവർ കറന്റ് പോളിസി. ഇപ്പോൾ നിലവിലുള്ള പോളിസിയെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കവറേജ് തരുന്നതാണ് ടോപ്പ് അപ്പ് കവർ. അത് ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ടോപ്പ് അപ്പ് കവറിന്റെ അണ്ടർലൈൻ ചെയ്തോ? അതിനകത്തെ ആദ്യത്തെ സെന്റൻസ് മാത്രമല്ല, ഈ ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ടോപ്പ് അപ്പ് കവറിലെ ആദ്യത്തെയും അവസാനത്തെയും സെന്റൻസ്, ഇൻ കേസ് ഓഫ് higher expenses due to illness or accidents when the existing policy sum insured gets exhausted. നമ്മുടെ നിലവിലുള്ള പോളിസിയുടെ സം ഇൻഷുർഡ് എന്താ പറയാ ഏതെങ്കിലും രോഗങ്ങളിൽ അല്ലെങ്കിൽ ആക്സിഡന്റിലൊക്കെ എക്സോസ്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ ടോപ്പ് അപ്പ് കവർ ടേക്സ് കെയർ ഓഫ് ദ എക്സ്ട്രാ എക്സ്പെൻസസ്. ടോപ്പ് അപ്പ് കവർ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്ട്രാ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. ലാസ്റ്റത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ ചെയ്തോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ കാര്യത്തിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ബാക്കി എല്ലാത്തിലും ഞാൻ ആദ്യത്തെ സെന്റൻസുകളാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ഈ ടോപ്പ് അപ്പ് കവറിൽ മാത്രം ആദ്യത്തെയും അവസാനത്തെയും സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഐ തിങ്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമൊന്നുമല്ല, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും വരയ്ക്കുന്നത് ഞാൻ എടുക്കുന്നുള്ളൂ. ആൻഡ് നമുക്ക് എടുക്കാനുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് സാധാരണക്കാർക്കൊക്കെ. അതുപോലെ തന്നെ സാധാരണക്കാർക്കും ബിലോ പോവർട്ടി ലെവൽ, അതായത് BPL-ലൊക്കെ താഴെയുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും അവർക്കുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ ആരും അവരെ സഹായിക്കാനില്ല അല്ലെ? നമുക്കറിയാം അങ്ങനെയുള്ള ആളുകളുടെ ഇൻകം വളരെ കുറവാണ്. ബിലോ പോവർട്ടി ലെവലിലുള്ള ആളുകളുടെ വരുമാന മാർഗം കുറവാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ വരുമാനം നോക്കിയുള്ള ഹോസ്പിറ്റൽസിന്റെ ബില്ല് വരാം. സോ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്കീംസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസും RSPY-യും PSI-യും ഒക്കെ അങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ അല്ലേ? നമ്മൾ അധികമൊന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ വരിക. ഇനി നിങ്ങൾക്ക് മറ്റേ തേർഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും തീർന്നോ? ടീച്ചേഴ്സിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നോ? തേർഡ് മൊഡ്യൂൾ എല്ലാവരുടെയും തീർന്നോ? ഇല്ല, എല്ലാം ഇനി ഏകദേശം എത്ര ചാപ്റ്റർ ഉണ്ടാവും? ലാസ്റ്റ് ടീച്ചേഴ്സ് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ? അങ്ങനെ ചോദിച്ചാൽ അറിയില്ല.